السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله العظيم. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, മറ്റു ഉസ്താദുമാർ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കുഞ്ഞനുജന്മാർ, മുഫാസ് അസോസിയേഷനും മുനവ്വിറുൽ ഇസ്ലാം സാഹിത്യ സമാജവും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള സീറത്തുൻ നബി സമ്മേളന നഗരിയിലാണ് നാം ഉള്ളത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് അവിടുന്ന് നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉസ്താദുമാർ നമുക്ക് പറഞ്ഞു തന്നു. നാം സ്നേഹിക്കുന്ന എല്ലാ വസ്തുക്കളെക്കാളും ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ഭരണകൂടത്തിന്റെ രണ്ടാമത്തെ ഖലീഫയാണ്. ആ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു കാലത്തെ സംബന്ധിച്ച് നാം പറയുമ്പോൾ, മക്കയിൽ ഉക്കാവ് ചന്തയിലും മല്ലന്മാര് മല്ല് പിടിച്ചിട്ട് ഇനി ആരുണ്ടടാന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാനുണ്ടടാന്നും പറഞ്ഞ് കടന്നു വന്ന് മല്ലന്മാരെ മുഴുവനും അടിച്ച് നിരപ്പാക്കി അവസാനം എന്ന വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ മുത്തുനബിയുടെ സദസ്സിൽ വന്നിട്ടാണ് നബി തങ്ങളോട് പറഞ്ഞത്, ഈ ലോകത്ത് എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഭാര്യയും എൻ്റെ കുടുംബവും കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, ഉമറേ നീ യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല, ഉമറേ നീ യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല. വീണ്ടും പറഞ്ഞു, നബിയെ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും അള്ളാന്റെ റസൂല് പറഞ്ഞു, ഉമറേ താങ്കൾ ഇപ്പോഴും യഥാർത്ഥ വിശ്വാസിയായിട്ടില്ല. പിന്നെ യഥാർത്ഥ ഇസ്ലാമിന്റെ വിശ്വാസി എന്ന മെമ്പർഷിപ്പ് ഉമർ തങ്ങൾക്ക് കിട്ടിയത് എപ്പോഴാണ്? തന്റെ ഭാര്യയെക്കാളും തന്റെ മക്കളെക്കാളും ദുനിയാവിൽ താൻ സ്നേഹിച്ച മറ്റെല്ലാത്തിനേക്കാളും ഉമർ ബിൻ ഖത്താബ് തങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് യഥാർത്ഥമായ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് കിട്ടിയത്. അതാണ് ഖുർആൻ പറഞ്ഞത്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. അവരുടെ നഫ്സുകളേക്കാൾ, മുഅ്മിനീങ്ങൾക്ക് അവരുടെ നഫ്സുകളേക്കാൾ ഏറ്റവും പ്രിയപ്പെട്ടത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇന്നത്തെ കാലത്ത് പുത്തൻവാദികൾ പറയുന്നത് പോലെയൊന്നുമല്ല. ഹബീബായ നബി തങ്ങളുടെ ജീവിതം, അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചുകൂടാ, അല്ലെങ്കിൽ അവിടുന്ന് വഫാത്തായ ദിവസമല്ലേ എന്നൊക്കെ അവർ പറയുമ്പോഴും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. അല്ലാഹുവിന്റെ ഖുർആൻ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വം പറയുന്നുണ്ട്. വിധിനിർണയത്തിന്റെ രാവിന്റെ മഹത്വം അള്ളാന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, 1000 മാസങ്ങളേക്കാൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത പ്രതിഫലം ആ ഒരൊറ്റ രാത്രിയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞെങ്കിൽ അത് ഖുർആൻ ഇറക്കിയ രാത്രിയായതുകൊണ്ടാണ് അതിനത്രത്തോളം മഹത്വം ഉണ്ടായതെങ്കിൽ ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകർക്ക് അപ്പോൾ എത്രത്തോളം മഹത്വം ഉണ്ടായിരിക്കുമെന്ന് നാം ഓരോരുത്തരും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ ജീവിതമായി നമ്മുടെ ജീവിതം മാറണം. നാം അവിടുത്തെ ഇഷ്ടപ്പെടണം, അവിടുത്തെ നാം സ്നേഹിക്കണം. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലണം. 2 അമലുകൾ സ്വീകരിക്കുന്നതിന് 2 കാര്യങ്ങളാണ്. മഖ്ബൂലും മർദൂദും കൊണ്ട് തള്ളപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്ന അമലുകളുമുണ്ട്. പക്ഷേ സ്വലാത്തിന് അങ്ങനെയുള്ള കാര്യമേ ഇല്ല. എങ്ങനെ സ്വലാത്ത് ചൊല്ലിയാലും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന് വല്ലാത്ത പവറാണ്, വല്ലാത്ത മഹത്വമാണ്. ആ സ്വലാത്തിലൂടെ നമുക്ക് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നമുക്ക് ചെന്ന് ചേരാൻ സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ്
നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് യഗ്ഫിർ ലക്കും ദുനൂബക്കും. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് നബിയെ, അവരോട് താങ്കൾ ചോദിക്കുക, അവരോട് അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യഥാർത്ഥമായിട്ട് അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് ചെന്നു ചേരാൻ സാധിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നബിയെ ഫത്തബിഊനി, ഹബീബായ നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ എന്നെ പിൻപറ്റുക. നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ അല്ലാഹുവിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ചെന്നു ചേരാൻ പറ്റും. മാത്രമല്ല യഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ, നിങ്ങളുടെ ദോഷങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് നമുക്ക് ആ നബിയെ സ്നേഹിക്കുക, ആ നബിയെ പിൻപറ്റുക, ആ നബിയുടെ മേൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഈ യോഗത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.